പലപ്പോഴും നമ്മൾ കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ പുറത്തുനിന്ന് ആണ് നമ്മൾ ഈ പൂക്കൾ വാങ്ങി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഒരു പൂ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സംഭവമായിരിക്കും. സന്തോഷമായിട്ട് നമുക്ക് നല്ലൊരു ഇതായിട്ട് തന്നെ കാണുന്നത്. ഞങ്ങളൊരു 6 മാസം മുമ്പാണ് നമ്മുടെ ഈ ഒരു രാവണീശ്വരം പുരുഷ സ്വയം സഹായ സംഘം രൂപീകരിക്കുന്നത്. നമ്മുടെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഈ വരുന്ന 19-ാം തീയതി ബുധനാഴ്ച രാവിലെ 10:30 നമുക്ക് ഓണാഘോഷം വരാനായി. ഓണത്തിന് പൂക്കളം ഒരുക്കാൻ ഇനി പൂക്കളില്ലാന്ന് വിഷമം വേണ്ട. പൂക്കൾ വേണമെങ്കിൽ രാവണേശ്വരം സ്കൂളിൻ്റെ അടുത്ത് വന്നാൽ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരാഴ്ചയോട് കൂടി നമ്മൾ വിളവെടുക്കും. അപ്പോൾ ഓണത്തിൻ്റെ സീസണാണ് നമ്മളിത് ഇത് നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച് കൊണ്ടുപോകുന്നത്. ഹായ്, വൈശുപ്രവാണ്. എൻ്റെ പുതിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇനി നമുക്ക് ഓണാഘോഷം വരാനായി. ഓണത്തിന് പൂക്കളം ഒരുക്കാൻ ഇനി പൂക്കളില്ലാന്ന് വിഷമം വേണ്ട. പൂക്കൾ വേണമെങ്കിൽ രാവണേശ്വരം സ്കൂളിൻ്റെ അടുത്ത് വന്നാൽ കിട്ടും. ചെറിയ മിതമായ വിലക്ക് ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ കൃഷി ചെയ്തിട്ട് വിൽക്കപ്പെടുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ ബന്ധപ്പെട്ടവരോട് ചോദിക്കാം. അഭിലാഷ്, സുകേഷ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കൃഷി സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഇത് വന്നത്? ഞങ്ങളൊരു 6 മാസം മുമ്പാണ് നമ്മുടെ ഈ ഒരു രാവണീശ്വരം പുരുഷ സ്വയം സഹായ സംഘം രൂപീകരിക്കുന്നത്. അപ്പൊ സംഘം രൂപീകരിച്ചതിന് ശേഷം നമ്മൾ ഈ പല വിധത്തിലുള്ള എന്തൊക്കെ സംഘത്തിൽ ചെയ്യാമെന്നൊരു ചർച്ച വന്നിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഓണം വരികയാണ്. അപ്പോൾ ഓണത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന ചെണ്ടുമല്ലി കൃഷി ചെയ്യാമെന്നൊരു ആശയം വന്നത്. പലപ്പോഴും നമ്മൾ കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ പുറത്തുനിന്ന് ആണ് നമ്മൾ ഈ പൂക്കൾ വാങ്ങി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഒരു പൂ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സംഭവമായിരിക്കും. നാട്ടിലും പുതിയൊരു ഇതായിരിക്കും. ഇത്രയും വലിയ ഒരു ചെണ്ടുമല്ലി തോട്ടം നമ്മുടെ രാവണേശ്വരത്ത് ഇത് ആദ്യമായിട്ടായിരിക്കും ഈ ഒരു സംഭവം കാണുന്നത്. അപ്പൊ നമ്മള് മറ്റു മുമ്പ് ചെയ്ത പരിചയമുള്ള ആളുകളിൽ നിന്ന് ഇതിന്റെ തൈ വാങ്ങി ജൂൺ മാസം ആദ്യമാണ് ഇതിന്റെ ഒരു തൈ നട്ടിട്ടുള്ളത്. അപ്പൊ അതിന് പിറകിൽ നമ്മുടെ ഈ 11 അംഗങ്ങളാണ് ഈ സംഘത്തിലുള്ളത്. അപ്പൊ എല്ലാവരുടെയും വലിയ രീതിയിൽ അധ്വാനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തണ്ടൊക്കെ നാട്ടി അതിന്റെ തൈയെ സംരക്ഷിക്കുന്ന ഒരു ഇതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് മഞ്ഞയാണ് ആദ്യം ഇത് വിരിഞ്ഞു വന്നത്. ഇപ്പോൾ ചുവപ്പ് പൂവും കൂടി ചെണ്ടുമല്ലിയും കൂടി നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇതിന്റെ പേരെന്താണ്? അപ്പോൾ സംഘത്തിന്റെ പേര് രാവണീശ്വരം പുരുഷ സ്വയം സഹായ സംഘം. അതിൽ കുറെ ആൾക്കാരുണ്ട്. 11 അംഗങ്ങളാണുള്ളത്. നമ്മുടെ രാവണീശ്വരം സ്കൂൾ പരിസരത്താണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ ഞായറാഴ്ചകളുമാണ് നമ്മൾ യോഗം ചേരുന്നത്. പിന്നെ ഈ പൂക്കളം ഇതെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഹോൾസെയിൽ കൊടുക്കാൻ, റീറ്റെയിൽ കൊടുക്കാൻ, അങ്ങനെയാണ്? നമ്മളെങ്ങനെ ഏത് രീതിയിലും ആൾക്കാർ നമ്മളെങ്ങനെയാണ് നമ്മൾ അവർക്ക് ആവശ്യം ആ രീതിയിൽ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നിച്ചാണെങ്കിൽ ഒന്നിച്ചും. അതുപോലെ തന്നെ പൂക്കൾ ഒരുക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും. സ്കൂളുകളിലൊക്കെ പൂക്കള മത്സരം അടുത്ത ദിവസങ്ങളിൽ പൂക്കളം ഒരുക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഓർഡർ ചെയ്യാണ് നമ്മൾ ഈ പൂ എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർ വന്നിട്ട് ഇവിടുന്ന് കളക്ട് ചെയ്യുകയും ചെയ്യാം. ഈ സ്ഥലം നിങ്ങളെ ബന്ധപ്പെട്ട ആരെങ്കിലാണോ പുറത്തെ ആളുകളോ? നമ്മുടെ സംഘം അംഗത്തിന്റെ ഒരു ബന്ധുവിന്റെ സ്ഥലമാണിത്. അപ്പൊ അവരെ നമുക്ക് കുറച്ച് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അനുവദിച്ചു തന്നതാണ്. അപ്പൊ ഇതിന്റെ വിത്തുകളെല്ലാം എങ്ങനെയാണ് സംഭവം? അത് തൈ വാങ്ങിച്ചാണ്. നമ്മൾ 1500 തൈ മറ്റേ ഹോർട്ടി കോർപ്പുമായി ബന്ധപ്പെട്ട് അവര് നമുക്ക് സപ്ലൈ ചെയ്ത് തന്നതാണ്. അപ്പൊ തൈക്ക് ആ വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ച് നട്ടുണ്ടാക്കിയതാണ്. ഇത് തുടങ്ങിയിട്ട് ഏകദേശം എത്രയായിരുന്നു തുടക്കം? ജൂൺ മഴക്കാലം തുടങ്ങുന്ന സമയത്താണ്. ജൂൺ ആദ്യത്തെ ആഴ്ച ഒരു 15-18 കൂടിയാണ് നമ്മളിത് നട്ടിട്ടുള്ളത്. 2 മാസം പൂർണ്ണമായിട്ട് വിരിഞ്ഞു വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഈ വരുന്ന 19-ാം തീയതി ബുധനാഴ്ച രാവിലെ 10:30 കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സാബു എബ്രഹാം അദ്ദേഹമാണ് ഇതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഉദ്ഘാടനത്തിലേക്ക് മുഴുവൻ നാട്ടുകാരെയും ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തുടർന്ന് ഈ പൂ വാങ്ങിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും സഹകരിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. മഴക്കാലമായതുകൊണ്ട് ജലസേചനത്തിന്റെ പ്രശ്നം ആദ്യത്തെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. ഈ കുറച്ച് കൂടുതൽ വെയിലുള്ള ദിവസങ്ങളിൽ ജലസേചനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ നല്ല മഴ കിട്ടിയോണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതിനുശേഷം ഭയങ്കര ചെലവില്ല പരിപാടിയാണത്. സ്റ്റാർട്ടിങ്ങിൽ വലിയ ചെലവില്ല. നമുക്ക് വളമൊക്കെ ഇടണം. അപ്പൊ ആ ഒരു വളത്തിന്റെ വില, അതുപോലെ തൈയുടെ ചെറിയൊരു വില വരുന്നുണ്ട്. അത് വലിയൊരു മുതൽ മുടക്കില്ല. എന്നാൽ അത്യാവശ്യം ചെറിയൊരു 20,000-25,000 രൂപ ചെലവ് വരും സ്ഥലത്ത് ചെയ്യാൻ വേണ്ടിട്ട്. കഴിഞ്ഞ 2 മാസക്കാലമായി നമ്മുടെ സംഘത്തിലെ 11 അംഗങ്ങളും വളരെ ആത്മാർത്ഥതയോടു കൂടി രാവിലെയും വൈകിട്ടും കൃത്യമായി പരിചരിച്ചുകൊണ്ട് നമ്മുടെ ചെണ്ടുമല്ലി കൃഷിക്ക് വേണ്ടിയിട്ട് വലിയ അധ്വാനത്തിലൂടെയാണ് നമ്മൾ ഈ ചെണ്ടുമല്ലി ഇപ്പോൾ ഇത്രത്തോളം എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങൾക്ക് ഈ തോട്ടത്തിലേക്ക് വരുമ്പോൾ വലിയ സന്തോഷമാണ് ഇതുമായി ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ അധ്വാനത്തിന്റെ ഒരു ഫലം നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു എന്നത് തീർച്ചയായും
ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഭാവിയിൽ ഇതുപോലെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലിപ്പോൾ ഉള്ളത്. ഇതൊരു തുടക്കമാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഈ പൂക്കൃഷി ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ സംഘം തുടങ്ങിയിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ എങ്കിലും ഞങ്ങൾ വലിയൊരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. അത് ഭാവിയിൽ കൂടുതൽ വ്യാപിച്ചുകൊണ്ട് കൂടുതൽ കൃഷിയിലേക്ക് പോകണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത്. രാവണേശ്വരം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ കീഴിലാണ് ഈ ചെണ്ടുമല്ലി പൂന്തോട്ടം ഇവിടെ വളർന്നു വരുന്നത്. ഇത് 1700 തൈകളോളം നമ്മൾ നട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ നല്ല രീതിയിൽ നമുക്ക് പരിപാലിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഞങ്ങളൊരു 10-13 ചെറുപ്പക്കാർ കൂടിയിട്ട് ആണ് ഈ സംഭവം തുടങ്ങിയത്. ഇപ്പോൾ ഇതിൻ്റെ പബ്ലിസിറ്റിയിലും വരുന്നതോടുകൂടി ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരാഴ്ചയോട് കൂടി നമ്മൾ വിളവെടുക്കും. അപ്പോൾ ഓണത്തിൻ്റെ സീസണാണ് നമ്മളിത് ഇത് നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച് കൊണ്ടുപോകുന്നത്. ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു സ്വപ്നമാണ് ഇത്. ഓണത്തിന് വേണ്ടിയിട്ട് 2 മാസം മുമ്പേ കഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു പൂക്കളോട് ഒരുക്കാൻ പറ്റിയവരെ കൊണ്ട് ചെറിയ കാര്യമല്ലട്ടാ, വലിയൊരു കാര്യമാണ്. അത്ര കഠിനതയാണ് ഇതിൻ്റെ ബാക്കിൽ അവർ ചെയ്തത്. അപ്പോൾ പയ്യുന്ന ആൾക്കാരാണ് ഇത്രയും മെനക്കെട്ട് ഇതിൻ്റെ ഇവിടെ ഇത്രയും വലിയ സംഭവമാക്കി ഒരുക്കിയത്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റും. അത്ര മനോഹരമായിട്ടുണ്ട്. ചെറിയ സ്ഥലത്തൊന്നല്ല കേട്ടോ, നല്ല രീതിയിൽ ഇവിടെ ഒരുപാട് സ്ഥലത്തുണ്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു 19-ാം തീയതി ഇതിൻ്റെ ഉദ്ഘാടനം പറഞ്ഞത്. അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ചെറിയ വിലക്ക് അവർ ഈ പൂവ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ ബാക്കി കാര്യങ്ങൾ അവർ പറഞ്ഞുതരും. ഞാനൊരു ചെത്തിക്കെട്ടുന്ന മേസ്റ്റാണ്. അതിൻ്റെ ഈ സംഘത്തിൻ്റെ ഇതിൽ കൂടിയിട്ട് നല്ലൊരു വിളവെടുപ്പിനെ കാണുമ്പോൾ ഒരു സന്തോഷമായിട്ട് നമുക്ക് നല്ലൊരു ഇതായിട്ട് തന്നെ കാണുന്നത്. എപ്പോഴും വൈകുന്നേരം വന്നിട്ട് ഞാൻ ഇത് നോക്കിയിട്ട് അത് പോവും. വീണ് കെട്ടിയിട്ട് മല്ലി വീണിട്ടുണ്ടെങ്കിൽ അത് കെട്ടിയിട്ട് എല്ലാം ഇതായിട്ട് പോകും. സമയം പോകുന്ന അറിയുന്നില്ല. അത് ഞായറാഴ്ച ദിവസം നല്ലൊരു എല്ലാ ആൾക്കാരെല്ലാം വന്ന് നമ്മൾ രാവിലെ നമ്മൾ സംഘം കഴിഞ്ഞപ്പാട് ആൾക്കാരെല്ലാം വന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലം നല്ല ഒരു ഇതാണ് ഇല്ലേ. പിന്നെ സംഘത്തിൻ്റെ മുഴുവൻ ആൾക്കാരോട് എത്തിയിട്ടില്ല കേട്ടോ. ചില തിരക്ക് കാരണം അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് ആൾക്കാരുടെ ഇല്ല ബന്ധപ്പെട്ടെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വൈശുബ്രോ KL60 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. ഒരുപാട് വ്യത്യസ്തമായ വീഡിയോകൾ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രോപ്പറായ ലൊക്കേഷൻ വരുന്നത് വേറെ ഇല്ല കേട്ടോ. രാവണേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ ശരി, മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.